നമസ്കാരം. നന്മയുടെ ഈ റമസാൻ മാസത്തിൽ നന്മയുള്ള വാർത്തകളും നല്ല കാഴ്ചകളും റമസാൻ്റെ വിശേഷങ്ങളുമായി ഗൾഫ് ദിസ് വീക്കിലേക്ക് സ്വാഗതം. പാവപ്പെട്ടവൻ്റെ വിശപ്പടക്കുകയെന്നതാണ് റമസാൻ്റെ പുണ്യം. ഈ റമസാൻ കാലത്ത് ഷാർജയിലെയും അജ്മാനിലെയും നൂറുകണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി നൽകുന്ന ഫാസിൽ മുസ്തഫ എന്ന മലയാളിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും പരിചയപ്പെടുത്തുകയാണ് ഗൾഫ് ദിസ് വീക്ക്. ഒപ്പം കൊച്ചുകുട്ടികളിൽ ചില വലിയ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക കൂടിയാണ് ഇവരുടെ ഇഫ്താർ വിരുന്നുകൾ. ഫാസിൽ മുസ്തഫയുടെ അജ്മാനിലെ വീട്ടിൽ ബിരിയാണി ചെമ്പിന്റെ ദം പൊട്ടിക്കുമ്പോൾ നിറയുന്നത് നൂറുകണക്കിന് പാവപ്പെട്ട തൊഴിലാളികളുടെ മനസ്സും വയറുമാണ്. ഈ റമസാനിൽ നൂറുകണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നോമ്പുതര വിഭവങ്ങൾ എത്തിക്കുകയാണ് ഫാസിലും സുഹൃത്തുക്കളും. ഒരു സംഘടനയുടെയും മേൽവിലാസവും പിൻബലവുമില്ല ഇവർക്ക്. സുഹൃത്തുക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും പിന്തുണയും സഹായവുമാണ് ഇവരുടെ സേവനങ്ങളുടെ കരുത്ത്. ഒപ്പം ചില നല്ല ആശയങ്ങളും രീതികളുമുണ്ട് ഇവരുടെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക്. കഴിഞ്ഞ വർഷമാണ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ വിരുന്നുകാർ വന്നാലും മക്കൾ കളിപ്പാട്ടം പോലും കൊടുക്കുന്നില്ല, പരസ്പരം ഒന്നും തന്നെ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണ് റംസാൻ നോമ്പിൽ 5 കിറ്റ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടിട്ട് ഇത് കൊടുക്കുക. അങ്ങനെ ഒരു 10 സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് വരും. അങ്ങനെ കൊടുത്തു തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു രീതിയിലേക്ക് വരെ എത്തിപ്പെട്ടത്. കഴിഞ്ഞ റമസാൻ കാലത്ത് 2 തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകി ആരംഭിച്ച ഈ ദൗത്യം ഇന്ന് പ്രതിദിനം 300ഉം 400ഉം അതിൽ അധികവും തൊഴിലാളികൾക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകുന്നു. ഹോട്ടൽ ഭക്ഷണമല്ല, മറിച്ച് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവർ ലേബർ ക്യാമ്പുകളിലെത്തി തൊഴിലാളികൾക്ക് നൽകുന്നത്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചില ഫാമിലി ഹൗസ് വൈഫ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് അവർ പറയും 10 പാക്കറ്റ് ഞങ്ങൾ കൊണ്ടുവരാം, 25 പാക്കറ്റ്, 50 പാക്കറ്റ്, അത് കണക്ക് അവർ കൊണ്ടുവരും. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന ചില ഫാമിലി ഉണ്ട്. അവർ നമ്മളോട് പറയും ഞങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരതിൻ്റെ നമ്പേഴ്സ് പറയും, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. വൈകിട്ടത്തെ നോമ്പുതുറയ്ക്കുള്ള ഒരുക്കങ്ങൾ പുലർച്ചെ സുബ്ഹി നമസ്കാരം കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്നു. ഫാസിലിന്റെ അജ്മാനിലെ വീടാണ് മുഖ്യ കലവറ. ഫാസിലിന്റെ പത്നി ഷജ്ലയ്ക്കാണ് വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള ചുമതല. ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു പ്രവൃത്തിയല്ലേ. നമ്മൾ ഒരുപാട് പേർക്ക് ഒരു ദിവസം തന്നെ 300-400 പേർക്കൊക്കെ നോമ്പ് തുറക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സഹായത്തിന് ഷജ്ലയുടെ സുഹൃത്തുക്കളും പുലർച്ചെ തന്നെ എത്തും. കട്ടിങ് ഞങ്ങൾ ഇന്നലെ 8:30 മുതൽ ഒരു 3 മണി 2:30 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുക്കിംഗ് ഒക്കെ ഷജ്ലത്തെയാണ് ചെയ്തത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വിഭവങ്ങൾ തയ്യാർ. പിന്നെ ഭക്ഷണം പാക്കറ്റുകളിലേക്ക് ആക്കുന്നതിന്റെ തിരക്കാണ്. ബിരിയാണിക്ക് പുറമെ ഈത്തപ്പഴം, ഓറഞ്ച്, ആപ്പിൾ, ജ്യൂസ്, വെള്ളം, സംഭാരം എന്നിവയാണ് നോമ്പുതുറ വിഭവങ്ങൾ. പാക്ക് ചെയ്ത വിഭവങ്ങൾ സ്വന്തം വണ്ടികളിൽ കയറ്റി ഷാർജ സജയിലെ ലേബർ ക്യാമ്പുകളിലേക്ക്. ഫാസിലിന്റെ ഈ സേവന ദൗത്യത്തിനൊപ്പം സഹകരിക്കുന്ന കൂട്ടായ്മകളും വ്യക്തികളും ഈ സമയം പരമാവധി ഭക്ഷണ സാധനങ്ങളുമായി ലേബർ ക്യാമ്പുകളിലേക്ക് എത്തും. വളരെ ഒരു വണ്ടർഫുൾ ജോബാണ്. കാരണം നോമ്പും പിടിച്ചുകൊണ്ട് 5 നേരം നമസ്കരിച്ച് 30 ദിവസവും 80 തുടങ്ങി 150, 300 പേർക്ക് വരെ ഡെയിലി ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ലേബർ ക്യാമ്പിലെ ചെറിയ സൗകര്യങ്ങളിൽ 6 മണിയോടെ നോമ്പുതുറയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി. നോമ്പുതുറയ്ക്ക് എല്ലാവർക്കും ഇരിക്കുന്നതിനുള്ള ഷീറ്റുകൾ വിരിച്ചു കഴിയുന്നതോടെ മുതിർന്നവർ കളം വിടുന്നു. പിന്നെ കാര്യക്കാർ കൊച്ചുകുട്ടികളാണ്. കുഞ്ഞുമക്കളുടെ കൈകളിലൂടെ തൊഴിലാളികൾക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകുന്നു എന്നതാണ് ഇവരുടെ നോമ്പുതുറയുടെ ഏറ്റവും മനോഹരമായ വശം. തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ട് ഇവിടെ ബീച്ച്, അതുപോലെ KFC, ബർഗർ, ഷോപ്പിംഗ് മാള് ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചകളിൽ ഇത്തരം സ്ഥലങ്ങളിലേ പോകാനുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഷെയർ ആൻഡ് കെയർ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവും, പക്ഷേ അതിനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ പാരൻസിനാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു സാഹചര്യമില്ല. സത്യം പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയതാണിത്. കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ
തൊഴിലാളികളുടെ മനസ്സ് ഒരു നിമിഷത്തേക്കെങ്കിലും നാട്ടിലെ തങ്ങളുടെ മക്കളുടെയും ചെറുമക്കളുടെയും ഓർമ്മകളിലേക്ക് പോകുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി മഗ്രിബ് ബാങ്കിനായുള്ള കാത്തിരിപ്പ്. തൊഴിലാളികൾക്കൊപ്പം തന്നെ ഇരുന്ന് ഇവരും നോമ്പ് തുറക്കുന്നു. എല്ലാ ജാതിമത ചിന്തകൾക്കും അതീതമാണ് ഇവിടുത്തെ നോമ്പുതുറ. 2 വർഷമായുള്ളൂ മോൻ ഇതിൽ വർക്ക് ചെയ്യണേ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് ഒക്കെ ശരിയാക്കാനായിട്ട്. ഓഫീസിൽ നിന്നുള്ള കുറേ പേരെ കോൺടാക്ട് ചെയ്യും. പിന്നെ കുറേ അസോസിയേഷൻസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് കളക്ട് ചെയ്തിട്ട് ഒരു കിറ്റിന് 10 തരം എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ട് കുറേ ഒരു എമൗണ്ട് ആകുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓഫീസ് ടൈം കഴിയുമ്പോൾ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട് ഈ ഒരു മാസം. ഓരോ ദിവസത്തെയും ഇഫ്താറിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാണ് കൂടുതൽ പേരും ഈ ദൗത്യവുമായി സഹകരിക്കുന്നത്. ഫേസ്ബുക്കിനെ ഇത്തരം കാര്യങ്ങളിലൂടെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ, അത് ഒരുപാട് ആൾക്കാരിലേക്ക് നന്മകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു, പക്ഷേ അത് ഇത്രയും എല്ലാ പാരൻസും അത് നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുള്ളത് നമ്മൾ ഒരിക്കലും കരുതിയില്ല. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഫസൽഖാനെ പറ്റി, കഴിഞ്ഞ നോമ്പിന്. അപ്പോൾ അതിൽ ഫേസ്ബുക്ക് കണ്ടു, അങ്ങനെ ഫസൽഖാനെ വിളിച്ച് ഞങ്ങളെത്തി. അപ്പോൾ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ നമ്മൾ ചെറുതായിട്ട്, അത് വളരെ ചെറുതായിട്ട് തുടങ്ങി ഒരു 10 നോമ്പൊക്കെ കഴിഞ്ഞ് 20 നോമ്പ് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. ഇത് വരുന്ന തലമുറകളിലേക്ക് പ്ലഷർ ഓഫ് ഗിവിങ് എന്ന സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അത് വളരെയധികം നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായ കാര്യമാണ്. വിവിധ വ്യക്തികളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും ലഭിക്കുന്ന സംഭാവനകളും സഹായങ്ങളുമാണ് ഫാസിലിന്റെ ഈ ദൗത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒപ്പം കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പിന്തുണയുമായി എത്തുന്ന സുഹൃത്തുക്കളും. ഇതിലെങ്ങനെ തന്നെ നമ്മൾ ദിവസവും ഈവനിങ്ങിൽ നമ്മൾ ഇറങ്ങും. ഫസൽഖാൻ്റെ അവിടെ നിന്നാണ് പാക്ക് ചെയ്ത് നമ്മൾ ഫുഡെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ വന്ന് കുട്ടികളെ വേണം എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഫസൽക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു സംരംഭത്തിൽ ഇറങ്ങുന്ന കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിലുപരി എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഫസൽഖാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മോനെ കൊണ്ട് 2 ഭക്ഷണം കൊടുത്ത് പുള്ളി ഫേസ്ബുക്കിലിട്ടു. അത് കണ്ടിട്ട് ഇത് താല്പര്യമുള്ളവർ എൻ്റെ കൂടെ കൂടാമെന്ന് പറഞ്ഞു. അതാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇത് എത്തി നിൽക്കുന്നത്. ഈ ദുബായ് ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകളും ഒന്നും അറിയുന്നില്ല അവർ, സത്യം പറഞ്ഞു. അപ്പോൾ ഇതൊരു അവസരം കൂടിയാണ് അവർക്ക് പച്ചയായ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയാനും അത് ഫീൽ ചെയ്യാനും, അതിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളട്ടെ. അങ്ങനെ ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും റമസാൻ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു നല്ല നോമ്പെടുക്കുകയാണ് ഫാസിലും സുഹൃത്തുക്കളും. ഇവർ തയ്യാറാക്കുന്ന ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന തൊഴിലാളികളുടെ സ്നേഹവും പ്രാർത്ഥനയുമാണ് ഈ കൂട്ടുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അറബിക് മാഫി മുഷ്കിൽ അതെന്താണെന്നറിയാം ഇടവേളയ്ക്ക് ശേഷം. വലിയ സ്വപ്നങ്ങളുമായി കടൽ കടന്ന് ഗൾഫിലെത്തുന്ന മലയാളിക്ക് മുന്നിൽ എന്നും ഒരു വില്ലനായിരുന്നു അറബിക് ഭാഷ. ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ഒരുവിധത്തിൽ പഠിച്ചെടുത്തുവെങ്കിലും അറബിക് ഭാഷ മാത്രം അത്ര പെട്ടെന്നൊന്നും മലയാളിക്ക് മുന്നിൽ കീഴടങ്ങിയില്ല. എന്നാൽ അറബിക് ഭാഷ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുകയാണ് മലപ്പുറം സ്വദേശിയായ മുജീബ് എടവണ്ണ എഴുതിയ അറബിക് മാഫി മുഷ്കിൽ എന്ന പുസ്തകം. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം ഉസ്സലാം മതി. ഗഫൂർക്കയുടെ ഈ അറബിക് ക്ലാസ് ഒരിക്കലും മലയാളി മറക്കില്ല. പക്ഷേ ഗഫൂർക്ക പഠിപ്പിച്ച അറബി കൊണ്ട് ദാസനും വിജയനും ഗുണമൊന്നും ഉണ്ടായില്ല. അന്ന് ദാസനും വിജയനും പഠിച്ച അറബിക് അല്ല യഥാർത്ഥ അറബിക് എന്ന് പഠിപ്പിക്കുകയാണ് മുജീബ് എടവണ്ണ അറബിക് മാഫി മുഷ്കിൽ എന്ന പുസ്തകത്തിലൂടെ. അറബിക് ഭാഷാ പഠന സഹായി ഒരുക്കിയപ്പോഴും മുജീബ് ഗഫൂർക്കയെയും ദോസ്തുക്കളെയും മറന്നില്ല. അറബിക് ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് മലയാളികളെ വളരെ ലളിതമായി ബോധ്യപ്പെടുത്തുകയാണ് മുജീബ് എടവണ്ണയുടെ പുസ്തകം. ഭാഷാ പഠനത്തിന്റെ കണിശതയില്ലാതെ രസകരമായ അനുഭവകഥകളിലൂടെ അറബിക് വാക്കുകളും സംഭാഷണങ്ങളും പരിചയപ്പെടുത്തുന്നു. അറബിക് പഠിച്ചിട്ടില്ലാത്തവരെ പോലും ആകർഷിക്കുന്ന രസകരമായ ഭാഷാ ശൈലിയാണ് ഈ പുസ്തകത്തെ വേറിട്ടു നിർത്തുന്നത്. പരമ്പരാഗതമായ ഭാഷാ പഠനത്തിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല അത് ഒരു പഴകി ദ്രവിച്ചു പോയിട്ടുള്ള ഒരു ശൈലിയാണ്.
അതുകൊണ്ട് തന്നെ തമാശയിലൂടെ പ്രവാസം എന്ന് പറഞ്ഞാൽ തന്നെ പിടിമുറുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ഒക്കെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ആയാസത്തോടു കൂടി ഇത് വായിച്ചു പോകുവാനും അതോടൊപ്പം തന്നെ ഇത് പ്രവാസികളുടെ അനുഭവമാണ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലെത്തിപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഒരു അറബികളുടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ ഭാഷ അറിയാതെ സംഭവിക്കുന്ന ചില അമളികൾ, ഇതൊക്കെ രസകരമായി ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആശയവിനിമയത്തിന് സാധിക്കാത്ത ഭാഷ മരുഭൂമി പോലെയാണെന്ന് പറഞ്ഞ അറബ് ദാർശനികൻ ഇബ്നു ഖൽദൂനെ കൂട്ടുപിടിച്ചാണ് മുജീബ് എടവണ്ണ അറബി പഠിപ്പിക്കുന്നത്. അറബി ഭാഷയെ വരുതിയിലാക്കാൻ ചില സന്ദർഭങ്ങളിൽ മലയാളത്തെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. മലയാളം വാക്കുകളെ സമാനമായ ഉച്ചാരണമുള്ള അറബിക് വാക്കുകളുമായി ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈജാറ് കൂടുമ്പോൾ ബേജാറ് എന്ന അധ്യായം. വാടക അറബിയിൽ പറയാം ഈജാറ്, എന്താ പറയുക, അത് കൂടിയാൽ നമുക്ക് എന്താ ഉണ്ടാകുക, ബേജാറ്. അതിനൊരു ചാപ്റ്റർ അതിലുണ്ട്, ഈജാറ് കൂടിയാൽ ബേജാറ്. അപ്പോൾ ഈ പദങ്ങൾ തമ്മിൽ ഇങ്ങനെ തട്ടിച്ചു. പിന്നെ ഒരിക്കലും ഈജാർ എന്നുള്ള പദം ഓൻ്റെ ജീവിതത്തിലോ മറക്കില്ല. അറബിക് അറിയാത്ത മലയാളി അറബിയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പൊട്ടിച്ചിരികളും അബദ്ധങ്ങളും മുജീബ് ഈ പുസ്തകത്തിലൂടെ പറയുന്നു. പ്രയോഗിക്കുമ്പോൾ അക്ഷരം മാറുകയോ സ്ഥാനം മാറുകയോ ചെയ്താൽ 8ന്റെ പണി കിട്ടുന്ന വാക്കുകളെ കുറിച്ചും പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റഅയ്തുൽ ഫഅറ ഫിൽ ബൈത്ത്, ഇങ്ങനെ പറയാം ഭാഷയിൽ. ഞാൻ വീട്ടിലൊരു എലിയെ കണ്ടു. ഇതിപ്പോൾ ഒരു അറബിനോട് റഅയ്തുൽ ഫഅറ ഫിൽ ബൈത്ത് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവും, അയാൾക്ക് അത് കേൾക്കാനൊന്നും തന്നെ. നേരെ മറിച്ച് ഷിഫ്റ്റ് ഫർ എന്നുള്ള പദം ഫർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷയിൽ എലിയായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവിടുത്തെ വാഹനങ്ങളുടെ വേഗം പോലെ തന്നെയാണ് അറബി ഭാഷയിലെ സംസാരത്തിലെ വേഗത. അപ്പോൾ ആ വേഗത്തിനനുസരിച്ച് അത് എത്രത്തോളം പിടിച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്കിവിടെ പിടിച്ചു നിൽക്കാം. സൗദിയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൽമാൻ രാജാവും ഗാവ കുടിക്കുന്ന വീഡിയോ വൈറലായത് ചൂണ്ടിക്കാട്ടിയാണ് അറബികളുടെ പരമ്പരാഗത പാനീയമായ ഗാവയെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായും ആദ്യത്തെ സ്വീകരണം എന്നുള്ള നിലയ്ക്ക് അവരാദ്യം നൽകുക ഗാവയാണ്. അപ്പോൾ ഗാവ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. പ്രധാനമന്ത്രി ആ ഗാവ ചായയും പാലും ഒക്കെ കുടിക്കുന്ന പോലെ ഒറ്റയടിക്ക് കുടിച്ചു. അത് വൈറലായൊരു വീഡിയോ ആയിരുന്നു. തൊട്ടടുത്ത് സൗദി രാജാവുണ്ട്. അദ്ദേഹം അത് ആരോഹണ അവരോഹണത്തോടെ അല്പാൽപമായി ഇങ്ങനെ കുടിച്ച് ആസ്വദിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാവ അങ്ങനെയാണ് കുടിക്കേണ്ടത്. അതുപോലെ തന്നെ ഗാവ കൊടുക്കുന്ന അവസരത്തിൽ അവർ പറയും സബ് ഗാവ, അപ്പോൾ ഗാവ ഒഴിക്കുന്നതാണ്. അപ്പോൾ ഗാവ വേണമെങ്കിൽ ഒരു തവണ കുടിച്ച് വീണ്ടും കുടിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവരിതിങ്ങനെ നീട്ടും, വേണ്ടെങ്കിൽ അവരിങ്ങനെ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. മനോരമ ആഴ്ചപ്പതിപ്പിൽ അറബിക് മുൻഷി എന്ന കോളത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് മുജീബ് എടവണ്ണ. കഴിഞ്ഞ 5 വർഷമായി മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത അധ്യായങ്ങളാണ് പുസ്തകത്തിലേക്ക് മാറ്റിയത്. ഈ ഏപ്രിലിൽ പുറത്തിറങ്ങിയ പുസ്തകം DC ബുക്സിന്റെ ബെസ്റ്റ് സെല്ലേഴ്സിലും ഇടം നേടി. ഫലിതത്തിലൂടെ ലളിതമായ ശൈലിയിൽ അറബിക് ഭാഷയെക്കുറിച്ച് പറഞ്ഞതാണ് പുസ്തകത്തിന്റെ വിജയരഹസ്യമെന്ന് മുജീബ് വിലയിരുത്തുന്നു. എന്തുകൊണ്ട് അറബിക് മുൻഷി എന്നുള്ള ചോദ്യത്തിന് സാധാരണക്കാരായ ആളുകൾക്ക് അറബി ഭാഷ പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ പ്രവാസത്തിന് സ്വയം നിൽക്കാൻ കഴിയുക, ആരുടെ മുമ്പിലും പ്രയാസപ്പെടാതെ അല്ലെങ്കിൽ അപമാനിക്കപ്പെടാതെ പോകാനുള്ള ചില സഹായി, ഒരു ഭാഷാ സഹായി എന്ന നിലക്ക് അറബിക് മാഫി മുഷ്കിലിനെ എടുത്തു പറഞ്ഞു. അതിൻ്റെ സ്വീകാര്യതയാണ് ഇത്. പുറത്തിറങ്ങി വളരെ 2 മാസമായപ്പോഴേക്ക് തന്നെ നന്നായി വിൽക്കാൻ കഴിഞ്ഞുവെന്ന് അവർ പുസ്തകം പ്രസാധകരായ DC പറയുണ്ടായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഓഫീസിലാണ് മലപ്പുറം എടവണ്ണ സ്വദേശിയായ മുജീബ് ജോലി ചെയ്യുന്നത്. വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ നിന്നാണ് മുജീബ് അറബിക്കിനെ കൂടെ കൂട്ടിയത്. മുജീബിന്റെ പുസ്തകം ഒരു വട്ടമെങ്കിലും വായിച്ച് ഗൾഫിലേക്ക് വിമാനം കയറുന്ന പ്രവാസി മലയാളി ഇനി ധൈര്യമായി പറയും, അറബിക് മാഫി മുഷ്കിൽ. ഇന്ത്യയുടെ പ്രൗഢമായ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ് യോഗ. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾ ഉയർത്തി കാണിക്കുന്നതും യോഗയെയാണ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര യോഗാ ദിനം ഗൾഫിലെ ഇന്ത്യൻ സമൂഹം വളരെ ആവേശത്തോടു കൂടിയാണ് ആഘോഷിച്ചത്. ആരോഗ്യം
സന്തോഷം, സാഹോദര്യം എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന യോഗാ ദിനാഘോഷങ്ങൾ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും രാജകുടുംബാംഗങ്ങളുമടക്കം 20,000-ഓളം പേരാണ് 2 ഘട്ടമായി നടന്ന യോഗാ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത്. യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ ബാബ രാംദേവ് അവതരിപ്പിച്ച യോഗ പരിശീലന ക്ലാസ് ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം. വിവിധ സമയങ്ങളിൽ ചെയ്യേണ്ട യോഗാസനങ്ങളും വിവിധ രോഗങ്ങളെ നേരിടുന്നതിനുള്ള ക്രിയകളും അദ്ദേഹം സദസ്സിന് പരിചയപ്പെടുത്തി. വാഹനം ഓടിക്കുമ്പോഴും TV കാണുമ്പോഴുമെല്ലാം ചെയ്യാവുന്ന ലളിതമായ യോഗ ക്രിയകൾ ബാബ രാംദേവ് അവതരിപ്പിച്ചു. फर्स्ट तो आप रिदमिकली करना, Kapalabhati. What is the name of this breathing practice? Say loudly. Kapalabhati, everybody knows. This is very useful for obesity, for diabetes, for arthritis, for stress, for sexual disorders. യോഗയ്ക്കൊപ്പം വ്യായാമ രീതികൾ കൂടി സമന്വയിപ്പിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ബാബ രാംദേവ് അവതരിപ്പിച്ചത്. നിറഞ്ഞ കയ്യടികളോടെയും അതിശയത്തോടെയുമാണ് അഭ്യാസ പ്രകടനങ്ങളെ സദസ്സ് സ്വീകരിച്ചത്. ബാബ രാംദേവിനെ അനുകരിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ശരീരം വഴങ്ങിയില്ല. നല്ലൊരു അനുഭവമാണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കൂടി പറ്റിയിട്ടുണ്ട്. പക്ഷെ മൂപ്പര് നല്ല കൂടുതൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര പറ്റിയില്ലെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 വർഷമായിട്ട് ഈവനിങ്ങിലും പിന്നെ 25 വർഷമായിട്ട് 25 മുകളിൽ കൂടുതലായിട്ട് മോർണിംഗിലും ക്ലാസ് എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ യോഗ ചെയ്യുന്ന ആൾക്കാരാണ്. വിവിധ തരത്തിലുള്ള യോഗാസനങ്ങളെക്കുറിച്ചും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചും പ്രമുഖർ ക്ലാസ് എടുക്കുകയും ചെയ്തു. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ മലയാളികളും യോഗാ ദിനാഘോഷങ്ങൾക്കെത്തി. എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലതാണത്. ഇപ്പോഴും അത് ബോഡിക്കായാലും മനസ്സിനായാലും ഒക്കെ നല്ലതാണ്. നല്ല സെഷനായിരുന്നു. അത് യോഗ മാത്രമല്ല, കുറച്ച് എക്സസൈസ് കൂടിയിട്ടുണ്ടായിരുന്നു. ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് യോഗാ ദിനം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ചയായിരുന്നു രാജ്യാന്തര യോഗാ ദിനമെങ്കിലും എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് ദുബായിലെ ആഘോഷങ്ങൾ ശനിയാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. അബുദാബിയിലും യോഗാ ദിനാഘോഷങ്ങളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലായിരുന്നു അബുദാബിയിലെ യോഗാ ദിനാഘോഷങ്ങൾ. UAE സാംസ്കാരിക വൈജ്ഞാനിക മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ഷെയ്ഖ ലുബ്ന അൽ ഖാസിമി എന്നിവരായിരുന്നു അബുദാബിയിലെ മുഖ്യാതിഥികൾ. 5000-ഓളം പേരാണ് അബുദാബിയിൽ യോഗാ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ആരോഗ്യമുള്ള ജീവിതശൈലിയുടെ സന്ദേശം പങ്കുവയ്ക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ച കൂടിയായി UAE-യിലെ യോഗാ ദിനാഘോഷങ്ങൾ. ഷോപ്പിംഗിന്റെ കാഴ്ചകളൊരുക്കി ഷാർജ റമസാൻ വില്ലേജ്. കാണാം ഇടവേളയ്ക്ക് ശേഷം. നോമ്പുകാലം അതിൻ്റെ 2ാം പകുതിയിലേക്ക് കടന്നതോടെ ഗൾഫിലെ റമസാൻ വിപണികളും സജീവമായി. ഷോപ്പിങ്ങിൻ്റെയും കാഴ്ചയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാം കൂടിച്ചേരലുകളാണ് ഈ റമസാൻ വിപണികൾ. ഷോപ്പിങ്ങിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഷാർജയിലെ റമദാൻ വില്ലേജിൻ്റെ വിശേഷങ്ങളാണ് ഇനി. ഷോപ്പിംഗും വിനോദവും ചരിത്രവും സമ്മേളിക്കുന്നതാണ് UAE-യുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ ഒരുക്കിയിരിക്കുന്ന റമസാൻ വില്ലേജ്. പെരുന്നാൾ കോടി നേരത്തെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റമസാൻ വില്ലേജിലേക്ക് വരാം. മിതമായ വിലയിൽ മനോഹരമായ പെരുന്നാൾ കോടി സ്വന്തമാക്കാം. വസ്ത്രത്തിലെ ചിത്രപ്പണികളും അലങ്കാരവും കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും.
മുന്തിയ ഇനം വസ്ത്രത്തോടൊപ്പം അനുയോജ്യമായ ആഭരണ സെറ്റും സൗജന്യമായി നൽകുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് മുന്തിയ ഇനം ആഭരണങ്ങളാണ് മറ്റൊരു ആകർഷണം. സ്വർണം പൂശിയ ആഭരണങ്ങൾക്ക് അല്പം വില കൂടുമെങ്കിലും അത്യാകർഷകമായ ഡിസൈനിന് മുന്നിൽ വില പ്രശ്നമാകില്ലെന്നാണ് കച്ചവടക്കാരുടെ കണക്കുകൂട്ടൽ. സ്വർണ്ണ വജ്ര ആഭരണങ്ങളെ വെല്ലുന്നവയുമുണ്ട് കൂട്ടത്തിൽ. ഇന്ത്യ പാകിസ്ഥാൻ കച്ചവടക്കാർക്കാണ് ആഭരണ മേഖലയിൽ മേൽക്കോയ്മ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒട്ടേറെയുണ്ടെങ്കിലും ഖാനയിൽ നിന്നുള്ള ഷെബാത്ത ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. വടക്കൻ ഖാനയിൽ കാണപ്പെടുന്ന ഷെബാത്ത പഴത്തിന്റെ കുരു പ്രകൃതിദത്തമായി സംസ്കരിച്ചെടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തലമുടിക്കും ചർമ്മത്തിനും അത്യുത്തമമാണത്രേ. പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ഷെബാത്തയ്ക്കാവും. ലേപനം, സോപ്പ്, എണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് ഖാനയുടേതായി റമസാൻ വില്ലേജിൽ പരിചയപ്പെടുത്തുന്നത്. The shea butter comes from a tree. It comes as a fruit in the northern part of Ghana. After we pluck the fruits or it's fallen, we pick them up and then remove them and take the seeds and cook them and process them into shea butter. And then the shea butter moisturizes the skin and the hair. ഈ മാസം 16-ന് ആരംഭിച്ച ഗ്രാമം രാത്രി 8 മുതൽ പുലർച്ചെ 2 വരെ തുറന്നിരിക്കും. റംസാൻ വില്ലേജ് തുടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തരക്കേടില്ലാത്ത പ്രതികരണമുണ്ടെന്നും വാരാന്ത്യങ്ങളിൽ കൂടുതൽ സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കച്ചവടക്കാർ പറഞ്ഞു. It's very good. It's good. We are expecting more customers to come so that we will be encouraged to come the next time because we came specially from Ghana for this program. So we are interested in it and we want to come back. സാംസ്കാരിക മതപരിപാടികളും റംസാൻ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർ ഷോപ്പിംഗിന്റെ തിരക്കിലേക്ക് നീങ്ങുമ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കളിച്ചുല്ലസിക്കാൻ കളിക്കളങ്ങൾ തയ്യാർ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്ന പൈതൃക ഗ്രാമമാണ് ഇവിടുത്തെ വേറിട്ട ഒരു ആകർഷണം. പൂർവ്വകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഗ്രാമത്തിൽ സ്വദേശികളുടെ പരമ്പരാഗത ഭക്ഷണം രുചിച്ചറിയാം. മറ്റ് എമിറേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി റമസാനിൽ ഷാർജയ്ക്ക് പ്രത്യേക അലങ്കാരമാണ്. തെരുവോരങ്ങളും പ്രധാന കെട്ടിടങ്ങളും ദീപാലങ്കാരങ്ങളാൽ സമ്പന്നം. വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഖസ്ബയും മിന്നിത്തിളങ്ങുകയാണ് ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഒരുക്കി പുതിയ വാരം നമ്മെ കാത്തിരിക്കുകയാണ്. ആ കാഴ്ചകളും വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, മനോരമ ന്യൂസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 502638, ദുബായ്, മീഡിയ സിറ്റി. ഫോൺ 043748922. ഇമെയിൽ mmtvdubai@gmail.com.